ഐഷ പോറ്റി അവിടെ CPIM വിട്ട് കോൺഗ്രസിൽ ചേർന്ന് നമ്മുടെ മുൻപിലുണ്ടല്ലോ. എന്തായിരുന്നു ഐഷ പോറ്റിയുടെ ന്യായീകരണം എന്ന് പറയുന്നത്? പാർട്ടി കമ്മിറ്റികൾക്കൊക്കെ പോകാൻ കാറില്ല എന്നതായിരുന്നു ഐഷ പോറ്റിയുടെ ന്യായീകരണം. ഞാൻ ഓർക്കുന്നത് അവർക്ക് എല്ലാ സൗകര്യങ്ങളും ആ പാർട്ടി കൊടുത്തു. 91 അവർ പാർട്ടിയിലേക്ക് വരുന്നു. അതിനുശേഷം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആകുന്നു, 3 തവണ MLA ആകുന്നു. മറ്റാർക്കും കിട്ടാത്ത സൗഭാഗ്യങ്ങളാണ് പാർട്ടി അവർക്ക് നൽകിയത്. അതിനുശേഷം പാർട്ടി വിട്ടുപോകുമ്പോൾ വൃത്തിയുള്ളൊരു കാരണമെങ്കിലും പറയാനുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി രസമാകുമായിരുന്നു. അതൊന്നും പറയാനില്ലാതെ ഐഷ പോറ്റി വിട്ടുപോകുന്നു. അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത്? ഇപ്പോൾ കൊട്ടാരക്കര മണ്ഡലത്തിൽ വികസനം എത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഐഷ പോറ്റി നിൽക്കുന്നത്. നമ്മൾ കൊട്ടാരക്കര വഴി ഒന്ന് സഞ്ചരിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഈ നാട്ടിലെ ഏറ്റവും മനോഹരമായ ഇടങ്ങളിൽ ഒന്നായി കൊട്ടാരക്കരയെ മാറ്റിയിട്ടുണ്ടെന്നതിൽ ഒരു സംശയവും വേണം. അതിപ്പോൾ റോഡുകളായിക്കോട്ടെ, ബസ് സർവീസുകളായിക്കോട്ടെ, ഏറ്റവും മികവുറ്റ രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഒരിടം കൂടിയാണ്. ഇപ്പോൾ സംസ്ഥാനത്തെ ആദ്യത്തെ വർക്ക് നിയർ ഹോം സംവിധാനമടക്കം വന്നത് കൊട്ടാരക്കരയിലാണ്. ഈ വിവിധ കമ്പനികളുടെ, വലിയ കമ്പനികളുടെ ഗ്രാമങ്ങളിലുള്ള വർക്ക് സ്പേസ് അടക്കം വന്നത് കൊട്ടാരക്കരയിലാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു കൊട്ടാരക്കരയെക്കുറിച്ചാണ് വികസനമില്ല എന്ന് പറയുന്നത് ഐഷ പോറ്റി. ഐഷ പോറ്റിക്ക് മറുപടിയുമായി കൊല്ലം ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റായ ഈ SR അരുൺ ബാബു രംഗത്ത് വന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ 4.5 വർഷക്കാലം കാർ കിട്ടാത്തത് കൊണ്ട് LDF വിട്ട ഐഷ പോറ്റിക്ക് LDF ചിലവിൽ വികസനം കാണാൻ കാർ വിട്ടു നൽകാമെന്നാണ് അരുൺ ബാബു കൈരളി ന്യൂസിനോട് പറഞ്ഞിരിക്കുന്നത്. ഏതാണ്ട് 2 പതിറ്റാണ്ടിലേറെ ജനപ്രതിനിധിയാകാൻ അവസരം നൽകിയതാണ് CPIM അല്ലെങ്കിൽ LDF ഐഷ പോറ്റിക്ക്. ആ ഐഷ പോറ്റിയാണ് കോൺഗ്രസിൽ അധികാര ഭ്രാന്തുമൂത്ത് കോൺഗ്രസിൽ ചേക്കേറിയിട്ട് അവിടെ ഇരുന്നുകൊണ്ട് ഇതിനെല്ലാം അവസരം നൽകിയ ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം, കേന്ദ്ര കമ്മിറ്റി അംഗം, എന്തിന് സംസ്ഥാന ധനമന്ത്രി കൂടിയായ കൊട്ടാരക്കരയുടെ MLA KN ബാലഗോപാലിനെ വെല്ലുവിളിക്കുന്നത്, അതും വികസനത്തിൻ്റെ പേരിൽ. അപ്പോൾ അവിടെ മറുപടി തരേണ്ടുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റും DYFIയുടെ സംസ്ഥാന ട്രഷററും കൂടിയായിട്ടുള്ള SR അരുൺ ബാബു. ഇതിനെന്ത് മറുപടിയാണ് നിങ്ങൾ കൊടുക്കുന്നത്? ശ്രീമതി ഐഷ പോറ്റിയുടെ വെല്ലുവിളി ഏറ്റെടുക്കാൻ ഇടതുപക്ഷം തയ്യാറാണ്. കഴിഞ്ഞ 25 വർഷക്കാലത്തോളമായി അധികാരത്തിൻ്റെ ഇടങ്ങളിൽ സഞ്ചരിച്ച ശ്രീമതി ഐഷ പോറ്റി അധികാരം നഷ്ടപ്പെട്ട ഏതാണ്ട് 4.25 വർഷത്തോളം ഏതെങ്കിലും ഒരു സ്ഥാനമാനത്തിന് വേണ്ടി ആശയോടുകൂടി കാത്തിരുന്നു. അത് കിട്ടാതിരുന്നപ്പോൾ വലതുപക്ഷ രാഷ്ട്രീയത്തിലേക്ക്, കോൺഗ്രസിലേക്ക് ചേർന്നുകൊണ്ട് വെല്ലുവിളികൾ നടത്തുമ്പോൾ ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ വേണ്ടി ഞങ്ങൾ തയ്യാറാണ്. ശ്രീമതി ഐഷ പോറ്റി MLA ആയിരുന്ന 15 വർഷക്കാലം തന്നെ നമുക്കെടുത്ത് പരിശോധിക്കപ്പെടാം. അത് സഖാവ് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന 5 വർഷക്കാലമുണ്ട്, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന 5 വർഷക്കാലമുണ്ട്, സഖാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന 5 വർഷക്കാലമുണ്ട്. ഈ നാട്ടിലുണ്ടായ വികസനം കേരളത്തിലാകമാനം ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ നയത്തിൻ്റെ ഭാഗമായി ഉണ്ടായ വികസനത്തിൻ്റെ കൂടി ഭാഗമായിട്ടാണ്. അത് ഇടതുപക്ഷം കേരളത്തിൻ്റെ സമഗ്ര വികസനത്തിന് കിഫ്ബി അടക്കമുള്ള പദ്ധതിയിലൂടെ നടത്തിയ വികസന കുതിപ്പിൽ കൊട്ടാരക്കരയിലുണ്ടായ മുന്നേറ്റം അത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ വികസനത്തിൻ്റെ നയത്തിൻ്റെ കൂടി ഭാഗമായിട്ടാണ്. ആ വികസനം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന 5 വർഷക്കാലം കൊട്ടാരക്കരയിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ശ്രീമതി ഐഷ പോറ്റി MLA ആയിരുന്ന 5 വർഷക്കാലം പരിശോധിക്കപ്പെടാം. അപ്പോൾ വെല്ലുവിളിക്കപ്പെടുമ്പോൾ അവർ തന്നെ നടത്തിയ വികസന പ്രവർത്തനം ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ വികസനമാണ്. UDF അധികാരത്തിലിരുന്ന കാലത്ത് അത് നടത്താൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ UDFൻ്റെ വികസന നയമെന്ന് പറഞ്ഞാൽ അത്തരത്തിലല്ല. അപ്പോൾ വെല്ലുവിളി നടത്തുമ്പോൾ അവർ നടപ്പിലാക്കിയ വികസനം, അവർ അധികാരത്തിലിരുന്നപ്പോൾ ഓരോ പദ്ധതികളും നടപ്പാക്കുന്നതിനുണ്ടായ കാലതാമസം, അതെല്ലാം വളരെ ഗൗരവമായി കാലഘട്ടത്തിൽ ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട്. ശ്രീമതി ഐഷ പോറ്റിക്ക് ഇങ്ങനെ വെല്ലുവിളിക്കാൻ കഴിഞ്ഞത് എന്തായാലും UDF നേതാക്കന്മാർ കൊടുക്കുന്ന റൂട്ട് മാപ്പിനനുസരിച്ച് സഞ്ചരിക്കണമെന്ന് MPയുടെ വാക്ക് നമ്മൾ കേട്ടു. കഴിഞ്ഞ 5 വർഷക്കാലം കൊട്ടാരക്കരയിലുണ്ടായ വികസന കുതിപ്പ്, കഴിഞ്ഞ തുടർച്ചയായിട്ട് 10 വർഷക്കാലം കേരളത്തിലുണ്ടായ മാറ്റങ്ങൾ, ഇതെല്ലാം നാട് കാണുന്നുണ്ട്, വിലയിരുത്തുന്നുണ്ട്. ഒരു നന്ദികേട് കൂടിയാണല്ലേ അത്? തീർച്ചയായിട്ടും ജനങ്ങളോടുള്ള നന്ദികേടല്ലേ, പാർട്ടിയോടും LDFനോടുള്ള നന്ദികേടല്ല. ഈ നിലയിലേക്ക് അവരെ 25 വർഷക്കാലത്തോളം തുടർച്ചയായി അധികാരത്തോടൊപ്പം നിൽക്കാൻ അവരെ സഹായിച്ച ഈ കൊട്ടാരക്കരയിലെ ജനങ്ങളോടും അതിനുവേണ്ടി പരിശ്രമിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സാധാരണ പ്രവർത്തകരോടുമുള്ള വെല്ലുവിളി കൂടിയാണ്. വളരെ മനോഹരമായ ഒരു കൗണ്ടറാണ്, നമ്മുടെ ഒരു പഞ്ച് ഡയലോഗാണ് നമ്മുടെ അരുൺ ബാബു ഉന്നയിച്ചിരിക്കുന്നത്. LDFൻ്റെ ചെലവിൽ കാർ വിട്ടുകൊടുക്കാം, ആ കാറിൽ സഞ്ചരിച്ച വികസനങ്ങൾ ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു തരാം എന്നുള്ള ആ ഒരു ചലഞ്ചാണ് ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. മാത്രമല്ല, കൊടിക്കുന്നിൽ സുരേഷിൻ്റെ റൂട്ട് മാപ്പ് അനുസരിച്ച് സഞ്ചരിക്കുന്ന ഐഷ പോറ്റിക്ക് ഈ ജനങ്ങളോട് മാപ്പ് പറയേണ്ടി വരും ഇന്നല്ലെങ്കിൽ നാളെ. നന്ദികേടിൻ്റെ ഒരു പര്യായം കൂടിയാണ് ഐഷ പോറ്റി. ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ.